ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ്. നമ്മുടെ കിച്ചൺ ടിപ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണത്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. വാ. മഴക്കാലം ആയാല് വീട്ടമ്മമാർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വറ്റൽ മുളക്. നമ്മൾ കടുക് വറുത്തിടുമ്പോൾ ഇടുന്ന വറ്റൽ മുളക്, അത് നമ്മൾ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് അത് പൂപ്പല് വന്ന് പോകും. അതൊരു തരം എയർ പോലെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു തരം പൊടി വരും, കറുത്ത ഒരു തരം പൂപ്പല് പൊടി വരും. അപ്പൊ അതെങ്ങനെ പൂപ്പല് വരാതെ കേടുകൂടാതെ സൂക്ഷിക്കാം എന്നതാണ് ഒരു ടിപ്പ്. മഴക്കാലം ആയാൽ നമുക്ക് ഈ മുളകൊന്നും കഴുകി ഉണങ്ങാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പം കഴുകി ഉണങ്ങി വെച്ചതുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ അത്. ഇതിപ്പോൾ നല്ല മുളകാണ് കേട്ടോ. ഇതിൽ ഉള്ളിൽ പൂപ്പലൊന്നുമില്ല. അതാണ് ഞാനിങ്ങനെ പൊട്ടിച്ച് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ മുളക് എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാം എന്ന് വെച്ചാൽ, ഇതുപോലൊരു കണ്ടെയ്നർ, എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് പാത്രമോ, അതിൽ നമ്മൾ കാറ്റ് കടക്കാത്ത രീതിയിൽ നല്ല എയർ ടൈറ്റ് ഉള്ളൊരു പാത്രം എടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് അടച്ചു വെക്കുക. ഒരു തരത്തിലും എന്താ പറയുക, കാറ്റ് കടക്കുന്നതായിരിക്കരുത്. നല്ല ടൈറ്റിൽ അടച്ചു വെച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ ഡോറിൽ എവിടെ വേണേലും സൂക്ഷിക്കാം. എത്ര കാലം വേണേലും ഒരു കേടും കൂടാതെ പൂപ്പലൊന്നും വരാതെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഫ്രിഡ്ജ് ഇല്ലെങ്കിലും, അതായത് ഫ്രിഡ്ജ് ഇല്ലെങ്കിലും എന്ന് പറയുന്നത് ചില സമയത്ത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഫ്രിഡ്ജ് ഉണ്ടാവണമെന്നില്ല. ഇനി അതല്ല, വേറൊരു കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിന് എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റി അത് നമ്മൾ നന്നാക്കാൻ കൊടുത്തിരിക്കുകയാണെങ്കിൽ, അത് ചിലപ്പോൾ കിട്ടാൻ ടൈം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രിഡ്ജ് കേടായിട്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കറണ്ട് പോയൊരു സമയത്ത് അങ്ങനെയൊക്കെ വന്നാൽ നമ്മുടെ തേങ്ങ എങ്ങനെയാണ് നമ്മൾ കേടുകൂടാതെ സൂക്ഷിക്കുക, അതാണ് അടുത്തൊരു ടിപ്പ്. അപ്പോൾ തേങ്ങ പൊട്ടിച്ചത് ബാക്കിയുണ്ടെങ്കിൽ കേടുകൂടാതെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുപോലൊരു തേങ്ങാമുറി ഉണ്ട് എങ്കിൽ, ഞാൻ എൻ്റെ ഉപ്പൊക്കെ ഞാൻ സൂക്ഷിക്കുന്നത് ഇതുപോലെ ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലാണ് കേട്ടോ. അപ്പോൾ ഇത് കല്ലുപ്പാണ്. അപ്പം ഈ ഒരു വട്ടത്തിലുള്ള തേങ്ങ തന്നെയാണ് ഏകദേശം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതും. അതായത് നമ്മുടെ ബോട്ടിലിൻ്റെ റൗണ്ട് ഷേപ്പുള്ള ബോട്ടിലിൻ്റെ സൈസുള്ള തേങ്ങയുടെ മുറി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കമിഴ്ത്തി വെച്ചാൽ ഈ തേങ്ങ ഒരു കേടും കൂടാതെ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ പൊട്ടിച്ചപ്പോൾ എങ്ങനെയാണോ അത്രത്തോളം ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ നമുക്ക് കിട്ടും. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അപ്പോൾ ഒരു മുറിയും കൂടി ഉണ്ടെങ്കിലോ, മറ്റേ മുറി കുറച്ച് ചിരണ്ടിയിട്ടുള്ളൂ എങ്കിൽ അതും ബാക്കിയുണ്ടല്ലോ, അപ്പോൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അതിന് ഇതുപോലൊരു പാത്രം എടുക്കുക. എന്നിട്ട് കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ വിതറുക. അപ്പം ഞാൻ ആദ്യം എടുത്ത തേങ്ങയുടെ അത്രയും വട്ടമേ ഈ നമ്മുടെ മറ്റേ മുറിക്കും ഉള്ളൂ എങ്കിൽ, ചെറിയ തേങ്ങയാണ് നമ്മൾ എടുത്തതെങ്കിൽ ഇതുപോലെ ആ തേങ്ങയുടെ വട്ടത്തിന് ഇതുപോലെ ഉപ്പ് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ കമിഴ്ത്തി വെക്കുക. പിന്നെ ഇത് വേറെ കവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ 2 തേങ്ങയും കേടുകൂടാതെ നമുക്ക് നാളെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതല്ല, വലിയ തേങ്ങാമുറിയാണെങ്കിൽ കുറച്ചും കൂടി വലിയ പ്ലേറ്റ് എടുത്തിട്ട് അത്രയും വട്ടത്തിന് പരത്തി ഉപ്പിട്ടാൽ മതി. കേടുകൂടാതെ തേങ്ങ സൂക്ഷിക്കാം. നമുക്ക് അധികം പറ്റുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ഈ മുട്ട പുഴുങ്ങാൻ എടുക്കുന്ന സമയത്ത്. നമ്മളിപ്പോ മുട്ടക്കറിക്ക് ഇപ്പൊ ഒരു 5 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ മുട്ടക്കറിക്ക് 5 മുട്ടയാണ് നോർമൽ എല്ലാവരും അങ്ങനെ എടുക്കാറ്. അല്ലാതെ കൂടുതലൊന്നും എടുക്കാറില്ല. അപ്പം 5 മെമ്പേഴ്സ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് 5 മുട്ട എടുക്കുന്നു. എന്നിട്ട് പുഴുങ്ങിയതിന് ശേഷം നമ്മൾ അത് ആറി നമ്മളത് പൊളിച്ചെടുക്കുന്ന സമയത്തായിരിക്കും നമ്മൾ അറിയുന്ന, അയ്യോ ഒരെണ്ണം കേടാണ് അല്ലെങ്കിൽ 2 കേടാണ് എന്ന്. പിന്നെ എന്ത് ചെയ്യും? മിക്കവാറും അത് അമ്മമാരായിരിക്കും സാക്രിഫൈസ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മുട്ട എങ്ങനെയാണ് കേട് ആയ മുട്ടയാണോ എന്ന് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? അതാണ് അടുത്ത ടിപ്പ്. ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു മുട്ടയെ കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ ഈ ഗ്ലാസ് നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. നിറച്ചില്ല, കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മുട്ടേനെ മെല്ലെ പൊട്ടാതെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ? ഇപ്പോൾ ഈ മുട്ട ഈ ഗ്ലാസിൻ്റെ അടിയിലാണ് എത്തി നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ താന്നാണ് മുട്ട കിടക്കുന്നതെങ്കിൽ മുട്ട നല്ല മുട്ടയാണ്. ഇനി അതല്ല, പൊങ്ങിയാണ് കിടക്കുന്നത് എങ്കിൽ അത് കേടുള്ള മുട്ടയായിരിക്കും. അപ്പോൾ നമ്മൾ കുറേ 5, 6 മുട്ടയൊക്കെ പുഴുങ്ങാൻ എടുക്കുകയാണെങ്കിൽ വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ മുട്ട മുഴുവനും ഇടുക. അതിനുശേഷം വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ മുട്ടയെ ഒഴിവാക്കിയിട്ട് നമുക്ക് പുഴുങ്ങാനെടുക്കാം. അപ്പോൾ മുട്ട കേടാണോ നല്ലതാണോ എന്നറിയാൻ ഈ ഒരു ടിപ്പ് നമുക്ക് ഉപയോഗിക്കാം. അധിക പേരും പറയുന്ന ഒരു കാര്യമാണ്, ഫ്രിഡ്ജിൽ നമ്മൾ തേങ്ങ പൊട്ടിച്ചത് വെച്ചാലും എന്താ പറയാ, അത് എടുക്കുന്ന സമയത്ത് കുറെ സമയം പുറത്ത് വെച്ചാലേ അത് നല്ല രീതിയിൽ ചിരകി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. ആ ഡ്രൈ ആയ സമയത്ത് ചെരുകിയാൽ തന്നെയും അതിങ്ങനെ പൊടി പൊടി പോലെ ആയിരിക്കും ഉണ്ടാവുക, നല്ല രീതിയിൽ ചെരുകി കിട്ടില്ല എന്നൊക്കെ. അതിനുള്ളൊരു ടിപ്പാണ് അടുത്തത്. തേങ്ങ ഇതുപോലെ എടുക്കുക. ഇതുപോലത്തെ ഒരു മുറിയാണെങ്കിൽ, ഇനി ചിരകിയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ജസ്റ്റ് ഒരു ചില്ല് ഗ്ലാസ് ആണ് കേട്ടോ. ഇത് ചില്ല് ഗ്ലാസ് തന്നെ എടുക്കണമെന്നില്ല. ഇനി ചില്ലായാലും കുഴപ്പമില്ല. ഒരു സ്റ്റീലിൻ്റെ ചെറിയൊരു കറിപ്പാത്രം ആയാലും എന്തായാലും മതി. ഉദ്ദേശം എന്ന് പറയുന്നത് ഈ തേങ്ങേനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കുക എന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് തേങ്ങാമുറി നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്, വേറെ വെള്ളമൊന്നുമല്ല. അപ്പോൾ ഇതുപോലെ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെച്ചാൽ മതി. എന്നിട്ട് ഇത്
ചെരിഞ്ഞു പോകാതിരിക്കാനാണ്, ഈ തേങ്ങാമുറി ചെരിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എത്ര നാൾ വേണേലും വെച്ചാൽ നമുക്കത് കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. മാത്രമല്ല എപ്പോൾ വേണേലും എടുത്തപാടെ നമുക്ക് ചിരകി ഉപയോഗിക്കാനും പറ്റും. തേങ്ങ ഒട്ടും ഡ്രൈ ആവത്തില്ല. നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ട് തന്നെ തേങ്ങ നമുക്ക് കിട്ടും. അപ്പം ഇതിന് നമുക്ക് ഈ ഗ്ലാസ്സിന് പകരം സ്റ്റീൽ പാത്രം ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. എത്ര നാൾ വേണേലും ഇതുപോലെ തന്നെ ഇരുന്നോളും. ഞാൻ കിച്ചണിൽ ഇതുപോലൊരു കപ്പിലാണ് ഇതുപോലുള്ള സ്പൂണും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിങ്ങനെ മൊത്തത്തിൽ കൂടിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു സ്പൂൺ വേണമെങ്കിൽ എടുക്കാനൊരു എന്താ പറയുക ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണിത്. ഇതാ 2 റബ്ബർ ബാൻഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇട്ട് കൊടുത്തു. ഇനിയിപ്പം മറ്റേ റബ്ബർ ബാൻഡും കൂടിയുണ്ട്. അതും കൂടി ഇതുപോലെ ഓപ്പോസിറ്റ് ആയിട്ട് ക്രോസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പം നമുക്കിതിനെ ഒരു എന്താ പറയുക 4 ഭാഗങ്ങളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടും. അപ്പം ഇതുപോലെ കിട്ടണം. ഓക്കെ. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത്, അയ്യോ! അതെൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് മിസ്സായി പോയിട്ടോ. അത് ഞാൻ ഇടുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടിയില്ല. ഓക്കെ. അപ്പോൾ കപ്പിൻ്റെ ആ ഒരു പിടിയും കൂടി ഉള്ളതുകൊണ്ട് അതങ്ങോട്ട് മാറിപ്പോകാതെ നിന്നോളും. ഗ്ലാസ് ആയാലും ഇത് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഓരോ സ്പൂണും, അതായത് എന്താ പറയുക, ഓരോ കാറ്റഗറിയിൽ പെടുന്ന സ്പൂണിനെയും നമുക്ക് ഓരോ പാർട്ടിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കണ്ടോ? ഇതുപോലെ ഇട്ട് കൊടുത്താൽ ഇത് മൊത്തത്തിൽ അങ്ങ് മിക്സായി പോകത്തില്ല. അപ്പം നമുക്ക് ഏത് സ്പൂണാണോ, കുഞ്ഞു സ്പൂൺ വേണമെങ്കിൽ അതെടുക്കാം. ഇനി അതല്ല ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് പറ്റും. മറ്റേതാവുമ്പം എല്ലാം കൂടി അങ്ങ് മിക്സായി പോകും ഇട്ട് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കിച്ചണിൽ ഇതൊക്കെ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇത് എൻ്റെ കയ്യിലുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ. ഇത് ഗ്ലാസിൻ്റെ ബോട്ടിലാണ്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. കണ്ടില്ലേ? ഇതുപോലെ എത്ര ടൈറ്റ് ആക്കിയാലും അതങ്ങ് ലൂസായി പോയിക്കൊണ്ടിരിക്കും. അതിന് അത്രത്തോളം ടൈറ്റ് കിട്ടില്ല. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഒരു റബ്ബർ ബാൻഡ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക, ആ ഒരു നമ്മളെ കട്ടിങ് വരുന്ന സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ കട്ടിങ്ങിൽ ഇതുപോലെ ഈ എന്താ പറയുക റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് നല്ല ടൈറ്റിൽ ഇത് മൂടി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് അതിൻ്റെ നമ്മൾ ടൈറ്റ് ആക്കും തോറും ഇത് വീണ്ടും അപ്പുറത്തേക്ക് പോകില്ല. അതായത് ടൈറ്റ് ആക്കുമ്പോൾ ലൂസായി പോകുന്നതാണല്ലോ ഇതിൻ്റെ പ്രശ്നം. ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കണ്ടില്ലേ നല്ല ടൈറ്റായി കിട്ടിയിട്ടുണ്ട്. എല്ലാ ബോട്ടിലും പോലെ നല്ല ടൈറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം ബോട്ടിലിന് ഇതുപോലെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഈ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതൊക്കെ നമുക്ക് അടുക്കളയിൽ വളരെയധികം ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഉപകാരപ്പെടുന്നത്, അതിനെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. മാത്രമല്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ബൈ. അടുത്ത വീഡിയോയിലൂടെ കാണാം.